ഹലോ, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഈവനിങ് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ റുട്ടീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മോസ്റ്റ്ലി സൺഡേസിലാണ് കേട്ടോ ഞാനിങ്ങനെ എണ്ണ പരിപാടികളൊക്കെ ചെയ്യുക, തലയിൽ എണ്ണയിടുക, ഫേസിൽ പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോസ്റ്റ്ലി സൺഡേസിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ്. ബാക്കിയുള്ള ദിവസം ചെയ്യില്ല എന്നല്ല, കൂടുതലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് സൺഡേസിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കുപ്പി കണ്ടോ, ഇത് നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. സ്കാൽപ്പിലോട്ട് ഡയറക്റ്റ് നമ്മുടെ എണ്ണ ചെല്ലും കേട്ടോ, ഒട്ടും വേസ്റ്റേജ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഓൺലൈനിലും ഇങ്ങനത്തെ കുപ്പീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് എണ്ണ ഇടാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ മുടിക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ തിക്നെസ് ഒന്നും ഇല്ല കേട്ടോ. നല്ലോണം നീട്ടം വെക്കും, പക്ഷേ എൻ്റെ മുടിക്ക് തിക്നെസ് ഇല്ല. അത് എത്ര എണ്ണ പുരട്ടിയാലും എനിക്ക് തിക്നെസ് വെക്കില്ല കേട്ടോ. അതെ, ഞാനിങ്ങനെ ഒരു മെസ്സാജർ എടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് അല്ല, സാധാ മാനുവലി നമ്മൾ ചെയ്യുന്ന ഒരു മെസ്സാജറാണ്. ഇത് ഞാൻ എന്തോ മീഷോന്ന് അധികം വിലയൊന്നുമില്ല കേട്ടോ, ഒരു 100-ന് താഴെ അങ്ങോട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ആ മെസ്സാജർ കൊണ്ട് ഞാനൊന്ന് പതിയൊന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കും. ഒരു 10-15 മിനിറ്റോളം ചെയ്യും കേട്ടോ. ശേഷം മുടിയൊക്കെ കെട്ടി വെച്ച് നമ്മൾ നേരെ അടുക്കളയ്ക്ക് പോവാണ്. ഒരു സ്കിൻ കെയറും കൂടിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാപ്പിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ജാഗരി കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് കാപ്പിയൊക്കെ അവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഗ്ലാസ്സിലോട്ട് ഈ ജാഗരി ഇട്ട് വയ്ക്കാം. ഡയറക്റ്റ് നമ്മൾ തിളയ്ക്കുന്ന കാപ്പിയിലോട്ട് ഈ ജാഗരി ഇടരുത്, അപ്പോൾ ഒരു കയ്പ്പ് വരും. നമ്മൾ ഗ്ലാസ്സിലോട്ട് ജാഗരി ഇട്ടിട്ട് തിളപ്പിച്ച കാപ്പി ഇങ്ങനെ ഒഴിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മളോട് അന്ന് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കാപ്പിക്ക് ഇട്ട് നമ്മൾ കാപ്പി കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ബിസ്ക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇതേപോലെ നല്ല ചൂട് കാപ്പിയും എന്തെങ്കിലും കുറിക്കാനൊക്കെ എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ കാപ്പിക്ക് ഇട്ട് കുടിച്ച് നല്ല എനർജറ്റിക്കായി ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് കിടക്കുകയാണ് കേട്ടോ. മുഖമൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത്, നമ്മൾ രാവിലെ മുതൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കൊടുത്ത് നല്ലോണം തുടച്ച് കൊടുക്കുക. ഇതല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്താലും മതി കേട്ടോ. ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്, ഹിമാലയയുടെ പ്യൂരിഫയിങ് നീം ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു മൂലൻസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു വീക്കിലി ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇടാറുള്ളൂ. ടി വി ഒക്കെ കണ്ട് ഞാനത് ഇട്ടു. ഇനി നേരെ കുളിക്കാൻ വേണ്ടി പോകട്ടോ. റൂമിലേക്ക് പോകുമ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ. കാരണം നമ്മുടെ ഉച്ചത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തന്നെ പോയി, കൊച്ചു വാശി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ പോയിട്ടോ. വന്ന് ഇതേ കുളിക്കാൻ കയറുമ്പോഴാണ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നത്. പിന്നെ നമുക്ക് രാത്രി വരുമ്പോൾ വീണ്ടും ആ നേരത്ത് ഇങ്ങനെ ഇതാക്കാനൊന്നും നിൽക്കണ്ട. അപ്പം നമ്മൾ കുളിക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ ഈ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് ഇടും കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ഫേസ് പാക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. ഈ ബെഡ് ഇതേപോലെ ഒതുക്കി കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. അതേ, നമ്മൾ ഇട്ട് വെച്ച ഫേസ് പാക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഫേസ് ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് കുളിക്കാൻ പോകുന്നതുകൊണ്ട് കുളിക്കുന്ന സമയത്തും കഴുകിയാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടവൽ ഗുളികയുടെ അത്രേ ഉള്ളൂ. അത് നമുക്ക് വെള്ളം നനച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊന്തി വരും, ടിഷ്യൂ പോലെ കിട്ടും കേട്ടോ. ഫേസൊക്കെ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈവനിങ് കുളിയുടെ ആളാണ് കേട്ടോ. മോർണിംഗ് ഞാൻ അങ്ങോട്ട് കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പും പിന്നെ ഇഷ്ടമല്ല അങ്ങനെ മോർണിംഗ് കുളിക്കുന്നവരാണ് ഞാൻ ഇപ്പോഴും കുളിക്കാറ്. കുളിയൊക്കെ കഴിഞ്ഞ് അടിയിൽ വന്ന് ഒരു ചന്ദനത്തിരിയും കത്തിച്ച് വയ്ക്കുക. നല്ല കൊതുകാണ് കേട്ടോ ഇവിടെ. കൊതുകിൻ്റെ അല്ല, പിന്നെ നല്ല മണമാണ് കേട്ടോ ഇതിന്. പിന്നെ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ എൻ്റെ ഒരു ഈവനിങ്.